ഇവിടെ ഈ പല്ല് മിഠായി കഴിക്കാൻ അർഹൻ. പക്ഷേ എനിക്ക് എക്സ്പ്രഷൻ ഇല്ലായിരുന്നു, ഞാൻ ഫ്ലാറ്റ് ആയിട്ടാ പറഞ്ഞത്, മോഡുലേഷൻ ഇല്ലായിരുന്നു. എന്താ അവസ്ഥ ഗിഫ്റ്റ് വാങ്ങാനായിട്ട്. കളർഫുൾ പല്ലിമിഠായി കഴിക്കും. പല്ലിമിഠായി ജീരമിഠായി അല്ലേ? ഇത് ഞങ്ങളുടെ നാട്ടിൽ പല്ലുമിഠായി എന്ന് പറയണേ. എന്ത് ചേട്ടാ, നിങ്ങൾ സെയിം നാടുന്നല്ലേ കളറൊക്കെ ഞാൻ നോക്കി. ഒരെണ്ണം മതി. ഇല്ല, ഓറഞ്ച്, ഒരെണ്ണം മതി, ഒരെണ്ണം മഞ്ഞ, എല്ലാം കഴിക്കാം. ഒരെണ്ണം കൊടുത്തേക്കാരെ കൊതി. ജീരമിഠായി മാഷിനോട് വല്ലതും പറയണ്ടോ? എന്തെങ്കിലും മാഷേ, സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞ അത്രയും അല്ലേ, പുള്ളിക്കാരത്തിക്ക് റെസ്പെക്ട് ഇല്ല. അയ്യോ, എന്റെ അച്ഛനെ കുറിച്ച് എനിക്ക് ആകെ ജീവിതത്തിൽ റെസ്പെക്ട് ഉള്ള എന്റെ അച്ഛനമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ മുകുന്ദൻ സാറിനെ കുറിച്ച് പറഞ്ഞ പുള്ളിക്കാരത്തിക്ക് അത്ര വിശ്വാസം വന്നില്ല. അതെന്നെ കളിയാക്കണമെന്ന് എനിക്കൊരു സംശയം. എം മുകുന്ദൻ സാറിന്റെ കഥ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് വീണ മുകുന്ദൻ അല്ലേ? എം മുകുന്ദൻ സാറിന്റെ കഥയാണ് മഹാവീര്യർക്ക് ആസ്പദമായത്. പറ ചേട്ടാ. അതെ അല്ലേ? അല്ലേ? ഇതിപ്പോ സംവിധായകൻ ഇടയ്ക്കിടയ്ക്ക് സംശയം വരുന്നുണ്ടോ? എനിക്കൊരു സംശയം. ഫുൾ കിളി പോയിന്നല്ലേ ബോധിവൃക്ഷം പറഞ്ഞതോടി കിഴങ്ങാണ് ഇത് മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിലല്ലേ ഞാൻ കഴിച്ചു, പക്ഷേ അത് പണി പാടാവും. പക്ഷെ ഇത് ജീരക മിഠായി എന്നാണ് ഞങ്ങളുടെ. ആണോ? ഇത് പല്ലിയുടെ മുട്ട പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ വിളിക്കുന്നത് പല്ലി മുട്ടായെന്ന്. എന്നിട്ട് അത് കഴിക്കുകയും ചെയ്യും. പല്ലിയുടെ മുട്ട പോലെ സൂക്ഷിക്കണം കേട്ടോ, വീട്ടിലൊക്കെ പോകുമ്പോ. അതെ, ജീരക മുട്ട അത് കഴിക്കരുത്. പല്ലി മുട്ടായി കിടക്കണതൊക്കെ. പുള്ളിക്കാരത്തി സ്വാമിയെ പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ? മഹാവീരന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ PR സംഭവം കിറുകിയിരിക്കുന്നത്. എന്നാലും ചേട്ടാ, ആ മുടിയൊക്കെ ആ ജടയൊക്കെ ഇങ്ങനെ താടിയും വെച്ചിട്ടുണ്ട്. ഷോ ആട്ടോ, സ്റ്റാർ ആവുണ്ടാട്ടോ. ഓക്കെ, നമുക്ക് സംസാരിക്കാം. ഈ മഹാവീര സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് നിവിനെടുത്തെ? ഒരു സാധനം തലയിൽ വെച്ച് തന്നു. അത് കാലത്ത് മുതൽ വൈകുന്നേരം വരെ അത് വെച്ചിരിക്കണം. ഭയങ്കര വെയിറ്റ് ആയിരുന്നു ആ വിഗിന്. പിന്നെ ഈ ഏറ്റവും ബെസ്റ്റ് വിഗ് ഒക്കെയാണ് സിനിമയിൽ ഉപയോഗിക്കുള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് പരിപാടി വീണയുടെ തലയിൽ വെച്ച് തരാം. ഒരു ദിവസം വെച്ചോണ്ടായിരുന്നു. ഗംഭീരമായ നിങ്ങൾക്ക് ഭയങ്കര പ്രൊമോഷൻ ആയാലേ. ഇന്റർവ്യൂ എന്തായാലും ഹിറ്റ് അല്ലേ? അത് വെച്ച് വീണ വന്നിരുന്നെങ്കിൽ അല്ലേ? താടി മീശ വെച്ചു അല്ല, ഓ അതും വേണോ?